ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നോക്കാൻ പോകുന്നത് ഒരു ഫുൾ സ്റ്റാക്ക് ഒതന്റിക്കേഷൻ സിസ്റ്റം മെയിൻ സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു പുതിയ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷനിലാണെങ്കിലും അതിന്റെ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാവരും OTP ബേസ്ഡ് ഒതന്റിക്കേഷൻ ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് എൻഡിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ MongoDB, Node.js, Express.js ഫ്രെയിംവർക്കും യൂസ് ചെയ്യും. ഇനി ഫ്രണ്ട് എൻഡ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ React.js ആണ് യൂസ് ചെയ്യുന്നത്. ഇത് കൂടാതെ Node.jsന്റെ ലൈബ്രറി നോഡ് മെയിലർ യൂസ് ചെയ്തിട്ടാണ് മെയിൽസ് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ, അതായത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാക്ക് എൻഡ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പോസ്റ്റ്മാൻ യൂസ് ചെയ്തിട്ട് വെരിഫൈ ചെയ്യും. നാളത്തെ വീഡിയോയിലാണ് നമ്മൾ റിയാക്റ്റിൽ ഈ ഫ്രണ്ട് എൻഡ് ഡിസൈൻ ചെയ്ത് രണ്ടും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നാളത്തെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിരിക്കും ഞാൻ ഈ കോഡിന്റെ കംപ്ലീറ്റ് കോഡ് ഗിറ്റ് റെപ്പോസിറ്ററി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെബ് ഡെവലപ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് ഈ ചാനൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഓൾറെഡി React.js, MongoDB, Express.js, PHP, JavaScript കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ അവൈലബിൾ ആണ്. പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എഡിറ്റർ ആണ്. അതിൽ ഇമെയിൽ ഒതന്റിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്ത് ഞാൻ രണ്ട് ഫോൾഡേഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫോൾഡർ ബാക്ക് എൻഡ്, അതായത് നമ്മുടെ ബാക്ക് എൻഡിന്റെ കോഡ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി രണ്ടാമത്തെ ഫോൾഡർ ഫ്രണ്ട് എൻഡ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ എന്റെ പ്രൊജക്റ്റിലേക്ക് ആവശ്യമുള്ള ഡിപെൻഡൻസീസും ലൈബ്രറീസും ഇൻസ്റ്റാൾ ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സിസ്റ്റത്തിൽ Node.js ഇൻസ്റ്റാൾ ചെയ്യണം. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എങ്ങനെയാണ് Node.js ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ള ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. Node.js ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, നമ്മൾ ഈ npm പ്രൊജക്ട് ഇനിഷ്യലൈസ് ചെയ്യണം. അതായത് package.json ഫയൽ ക്രിയേറ്റ് ചെയ്യണം അല്ലെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിൽ കയറുക. എന്നിട്ട് ഇതാണ് അതിന്റെ കമാൻഡ് npm init -y എന്റർ അടിക്കുക. ഓക്കെ, package.json ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിപെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇത്രയും ലൈബ്രറി ആട്ടോ എനിക്ക് വേണ്ടത്. അതായത് Express.js ഫ്രെയിംവർക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Mongoose ഡാറ്റാബേസ് .env, അതായത് എൻവയോൺമെന്റ് വേരിയബിളിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നോട്ട് മെയിലർ, പിന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് എൻഡ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ലൈബ്രറിയും യൂസ് ചെയ്യുന്നുണ്ട്. എന്റർ അടിക്കുക. ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ടെർമിനലിൽ ഞാൻ MongoDBനെയും കൂടി ഒന്ന് റൺ ചെയ്യുവാണ്. MongoD, ഇതാണ് അതിന്റെ കമാൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്ക് എൻഡിലേക്ക് ആവശ്യമുള്ള ലൈബ്രറീസിനെ ഡിപെൻഡൻസീസിനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇതൊന്ന് ക്ലോസ് ചെയ്യുവാണ്. ഈ package.json ഫയലിൽ വന്നിട്ടുണ്ടെങ്കിൽ മെയിൻ ഫയൽ ആയിട്ട് index.js സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഇതൊക്കെ ബിൽറ്റ് ഇൻ ആണ്. അതുപോലെ തന്നെ ഡിപെൻഡൻസിൽ ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കോഴ്സ് .env, എക്സ്പ്രസ്, Mongoose, നോട്ട് മെയിലർ എല്ലാ ലൈബ്രറീസും വന്നിട്ടുണ്ട്. ഇതൊന്ന് ക്ലോസ് ചെയ്യാണ്. ഇനി നമുക്ക് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എൻവയോൺമെന്റ് വേരിയബിൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ കോൺഫിഗറേഷൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫയലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ എപ്പോഴും Express.js ഒരു env ഫയൽ ക്രിയേറ്റ് ചെയ്യാറുണ്ടല്ലോ. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ 3 കോൺഫിഗറേഷൻ ആണ് സെറ്റ് ചെയ്യുന്നത്. ആദ്യം MongoDBന്റെ URL ആണ്. അത് ഞാൻ mongo_url എന്നാണ് കോൺസ്റ്റന്റ് നെയിം സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് MongoDBന്റെ URL കൊടുക്കുന്നു. ഞാൻ ഓൾറെഡി എന്റെ സിസ്റ്റത്തിൽ MongoDB ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ലോക്കൽ ഹോസ്റ്റ്. നിങ്ങൾക്ക് ആ MongoDBന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു URL കിട്ടും കേട്ടോ. / നമ്മുടെ പ്രൊജക്ട് നെയിം കൊടുക്കുക. ഇനി രണ്ടാമത്തത് email_user, അതായത് നമുക്ക് ഏത് ഇമെയിൽ ID എന്നാണോ ഈ ഒതന്റിക്കേഷൻ പോവേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഫ്ലിപ്കാർട്ടിന്റെ ഇമെയിൽ ID അല്ലേ വരിക, അല്ലെങ്കിൽ ആമസോൺ ആണെങ്കിൽ ആമസോണിന്റെ വരും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൽ ഏത് ഇമെയിൽ ID എന്നാണോ ഈ ഒരു OTP സെൻഡ് ചെയ്യേണ്ടത് ആ ഇമെയിൽ ID കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് demo@gmail.com എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇമെയിലിന്റെ ആ പാസ്വേഡ് അല്ലെങ്കിൽ പാസ്വേഡ് കൊടുക്കുക. ഇപ്പൊ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ആ പാസ്വേഡ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പൊ 12345 ആണ് നിങ്ങളുടെ പാസ്വേഡെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത്രയുള്ളൂ. MongoDBന്റെ URLഉം യൂസറും, അതായത് ഇമെയിൽ IDയും പാസ്വേഡും സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള 3 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ ഇത് ക്ലോസ് ചെയ്യുവാണ്. ഇനി നമ്മുടെ ആപ്ലിക്കേഷന്റെ മെയിൻ ഫയൽ, അതായത് എൻട്രി പോയിന്റ് ആയിട്ടുള്ള ഫയൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് index.js കൊടുക്കാം. ഞാനിവിടെ server.js എന്നാണ് കൊടുക്കുന്നത്. ഇത് package.json ഫയലിലും പോയിട്ട് server.js എന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള ഡിപെൻഡൻസീസ് എല്ലാം ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണം. അതായത് ഫസ്റ്റ് നമുക്ക് എന്താണ് എക്സ്പ്രസ് ആണല്ലേ വേണ്ടത്. എക്സ്പ്രസ് ഫ്രം
രണ്ടാമത്തത് ഡാറ്റാബേസ് മോങ്കൂസ് വേണം, മോങ്കൂസ് ഫ്രം മോങ്കൂസ്. മൂന്നാമത്തത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറി അതെടുക്കുക, കോഴ്സ്. ഫൈനലി എൻവയോൺമെന്റ് വേരിയബിൾസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈബ്രറി .env. ഓക്കെ, ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ഇനി നമ്മൾ ഫസ്റ്റ് എൻവയോൺമെന്റ് വേരിയബിൾസിനെ ലോഡ് ചെയ്യണം. ലോഡ് ചെയ്യുന്നത് .env.config. അതായത് നമുക്ക് ഈ മോങ്കോ ഡിബിന്റെ URL-ഉം അതുപോലെ തന്നെ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പൊ process.env എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിലേക്ക് ഈ env ഫയലിലെ ഡാറ്റ ലോഡ് ചെയ്തു. രണ്ടാമത് നമുക്ക് ആപ്ലിക്കേഷനെ റൺ ചെയ്യണം, അതായത് Express.js-നെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യണം. എക്സ്പ്രസ് അറിയാവുന്നവർക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന കാര്യമല്ലേ. ഇൻ കേസ് നിങ്ങൾക്ക് എക്സ്പ്രസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ട്യൂട്ടോറിയൽ ഒന്ന് റെഫർ ചെയ്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 മിഡിൽ വെയർസ് സെറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ മിഡിൽ വെയർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ JSON ഡാറ്റയാണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് നമുക്ക് ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്നതും അതുപോലെ തന്നെ നമ്മൾ സെൻഡ് ചെയ്യുന്നതൊക്കെ JSON ഡാറ്റ ആയതുകൊണ്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പ്രസ് JSന്റെ തന്നെ ബിൽറ്റിൻ ആയിട്ടുള്ള മിഡിൽ വെയർ സെറ്റ് ചെയ്യുന്നത് app.use-ലാണല്ലോ. അതിൽ express.json എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മിഡിൽ വെയർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി രണ്ടാമത് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്റ്റേണൽ ലൈബ്രറി. ഈ മിഡിൽ വെയർ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും സപ്പോസ് വർക്ക് ചെയ്യുന്നത് 2 സിസ്റ്റത്തിലാണെന്ന് വിചാരിച്ചു, 2 ഒറിജിൻസിലാണെങ്കിൽ ഇതിന്റെ കമ്മ്യൂണിക്കേഷനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു മിഡിൽ വെയർ. സോ app.again use of course അതിനെ ഇമ്പോർട്ട് ചെയ്തു. അപ്പൊ ഈ 2 മിഡിൽ വെയർസ് ആണ് വേണ്ടത്. ഇനി ഫൈനലി നമുക്ക് മോങ്കോ ഡിബിനെ കണക്ട് ചെയ്യണം. അതിന് ഞാൻ ഫസ്റ്റ് ഒരു കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് DB എന്ന് പറഞ്ഞിട്ടൊരു ജാവാസ്ക്രിപ്റ്റിന്റെ ആരോ ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അസിൻക്രണസ് ഫംഗ്ഷൻ ആയിരിക്കും DB കണക്ഷൻ അല്ലെ. ഇതിന്റെ അകത്ത് await സ്പേസ് മോങ്കോസിനെ കണക്ട് ചെയ്യുന്ന കമാൻഡ് mongoose.connect എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുക. ഇതിന്റെ അകത്ത് നമ്മൾ ഓൾറെഡി process.env-ലേക്ക് ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ എൻവയോൺമെന്റ് വേരിയബിള്. അതിന്റെ അകത്തുനിന്ന് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന, അതായത് env ഫയലിൽ കൊടുത്തിരിക്കുന്ന ഈ mongoose URL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു URL-നെ റീഡ് ചെയ്തു. ഇനി കണക്റ്റഡ് സക്സസ്ഫുള്ളി ആണെന്നറിയാൻ ജസ്റ്റ് ഞാനൊരു കൺസോൾ മെസ്സേജ് കൊടുക്കുകയാണ്. കണക്റ്റഡ് സക്സസ്ഫുള്ളി. നമ്മൾ മോങ്കോസിന്റെ ട്യൂട്ടോറിയലിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ ഫംഗ്ഷനെ ഒന്ന് കോൾ ചെയ്യുവാണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫൈനലി നമ്മൾ ആപ്പിന് പോർട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. app.listen. ഞാൻ 5000 ആണ് പോർട്ട് നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഓപ്ഷണൽ ആയിട്ടുള്ള ആ ഒരു ആരോ ഫംഗ്ഷൻ, കോൾ ബാക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് സെർവർ എന്ന് പറഞ്ഞിട്ട് ഒരു കൺസോൾ മെസ്സേജും കൊടുക്കുന്നു. അപ്പൊ server.json ഫയലിൽ നമ്മൾ ഇത്രയും ചെയ്തത്. നമുക്ക് ആവശ്യമുള്ള Express.js, Mongoose, course.env ഇത്രയും ഫയലിനെ റീഡ് ചെയ്തു. കോൺഫിഗറേഷനെ process.env-ലേക്ക് ലോഡ് ചെയ്തു. ഡാറ്റാബേസിനെ നമ്മൾ കണക്ട് ചെയ്തു. ഫൈനലി അതിന്റെ പോർട്ട് നമ്പർ സെറ്റ് ചെയ്ത് കൊടുത്ത് ലിസൺ മെത്തേഡ് സെറ്റ് ചെയ്തു. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ അറിയണം. ഇവിടെ package.json ഫയലിൽ വന്നിട്ട് നമ്മളിവിടെ മോഡ്യൂൾസ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇമ്പോർട്ട് പണ്ടാണെങ്കിൽ നമ്മൾ റിക്വേർഡ് യൂസ് ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ EXS6ന്റെ സിന്റാക്സ് ഇമ്പോർട്ട് യൂസ് ചെയ്തുകൊണ്ട് ഈ ഇമ്പോർട്ടിന്റെ ടൈപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ടൈപ്പ് മോഡ്യൂൾ ആണെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് Node.js-ന്റെ സെർവർ റൺ ചെയ്യുമ്പോൾ എറർ അടിക്കും. നമുക്ക് വെറുതെ ഒന്ന് Node.js-ന്റെ സെർവർ ഒന്ന് റൺ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ബാക്ക് ആൻഡ് ഫോൾഡറിൽ കയറിയിട്ട് എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണ്ടേ. നോഡ് സ്പേസ് server.js നോഡ് റൺ ചെയ്യുന്ന കമാൻഡ്, അതിന്റെ ഫയൽ നോഡ് എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കുക, സ്പേസ് ഫയൽ നെയിം കൊടുക്കുക, എൻ്റർ അടിക്കുക. ഇവിടെ നമുക്ക് ഇഷ്യൂസ് ഒന്നുമില്ല. സ്റ്റാർട്ട് സെർവർ കണക്റ്റഡ് സക്സസ്ഫുള്ളി. നമ്മുടെ ഡാറ്റാബേസ് സെർവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഡാറ്റാബേസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്യാം.
അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഡാറ്റാബേസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ചെയ്യാം. അതായത് നമുക്കൊരു കളക്ഷൻ വേണം അല്ലേ. അതായത് ഇപ്പൊ നമ്മൾ SQL ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ MongoDBയിൽ ഡോക്യുമെന്റ്സും കളക്ഷൻസും ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ സിസ്റ്റം ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു സിംഗിൾ കളക്ഷൻ, ഒരു സിംഗിൾ സ്കീമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. എന്റെ ഇമെയിൽ ഐഡിയും പാസ്വേഡും അതുപോലെ തന്നെ OTP ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിംഗിൾ കളക്ഷൻ യൂസർ എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പൊ ഞാൻ എഗെയിൻ ഈ ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിന്റെ അണ്ടറിൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്, മോഡൽ എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ യൂസർ കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ സ്കീമ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് user.js എന്ന് പറഞ്ഞിട്ട് ഫയൽ നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ മോങ്കൂസിനെ ഇമ്പോർട്ട് ചെയ്യുവാണ്. നമുക്ക് ഇവിടെയാണ് സ്കീമ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഒരു കളക്ഷൻ എങ്ങനെയാ അല്ലെങ്കിൽ ഒരു സ്കീം എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് നമ്മൾ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം. ആ മോഡലിലേക്ക് നമ്മുടെ മോഡലിന്റെ നെയിമും അതുപോലെ തന്നെ സ്കീമയും പാസ് ചെയ്ത് കൊടുക്കണം. സ്കീമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് MongoDB തീരെ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ SQL ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ക്രിയേറ്റ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് കൊറിയും, ആ കൊറിയന്റെ ഓരോ കോളും അതിന്റെ കറസ്പോണ്ടിങ് ഡാറ്റ ടൈപ്പും ഈ കൺസ്ട്രെയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ നോട്ട് നള്ളെന്നോ അല്ലെ അങ്ങനത്തെ എന്തെങ്കിലും അല്ലെ ഡിഫാൾട്ട് വാല്യൂസ് ഒക്കെ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാറില്ലേ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അതിനെ സ്കീമ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ സ്കീമ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ കോൺസ്റ്റ് യൂസർ സ്കീമ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈക്വൽ ടു ന്യൂ സ്പേസ് മോങ്കൂസ് ഡോട്ട് സ്കീമ മെത്തേഡിനെ കോൾ ചെയ്യുന്നു. ഒബ്ജക്റ്റ് ആണ് അതിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ഓരോ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മൾ SQL ആണെങ്കിൽ കോളംസ് ക്രിയേറ്റ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഫസ്റ്റ് എനിക്ക് വേണ്ടത് ഇമെയിൽ ആണ്. അപ്പൊ അഗെയിൻ അതിന്റെ ടൈപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് സ്ട്രിങ് ആണ്. അതുപോലെ എനിക്ക് റെക്കോർഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു ട്രൂ ആയിട്ട്. മാൻഡേറ്ററി ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ യുണീക്ക് ആയിരിക്കണല്ലോ, ഡ്യൂപ്ലിക്കേറ്റ് ആവാൻ പാടില്ലല്ലോ യൂസർ. യുണീക്കും സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. രണ്ടാമത്തെ പ്രോപ്പർട്ടി പാസ്വേഡ് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അഗെയിൻ അതിന്റെ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യുക. അഗെയിൻ ടൈപ്പ് സ്ട്രിങ് തന്നെയാണ് കൊടുക്കുന്നത്. അത് അഗെയിൻ റെക്കോർഡ് ട്രൂ കൊടുക്കുന്നു. ഇനി മൂന്നാമത്തത് OTP ആണ്. ജസ്റ്റ് നമുക്ക് ടൈപ്പ് മാത്രം കൊടുത്താൽ മതി, കാരണം OTP റിപ്പീറ്റ് ആയാലും കുഴപ്പമില്ല. ഫൈനലി നമ്മൾ OTPന്റെ എക്സ്പയറി ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എക്സ്പയർസ് ആണ് പ്രോപ്പർട്ടി നെയിം കൊടുക്കുന്നത്. അതിന്റെ ടൈപ്പ് ആയിട്ട് ഞാൻ ഡേറ്റ് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ സ്കീമ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യണം. കോൺസ്റ്റ് യൂസർ തന്നെയാണ് മോഡൽ നെയിം കൊടുക്കുന്നത്. ഈക്വൽ ടു മോങ്കൂസ് ഡോട്ട് മോഡൽ. അപ്പോൾ ഫസ്റ്റ് ഞാൻ മോഡൽ നെയിം ആയിട്ട് യൂസർ ആണ് പാസ് ചെയ്യുന്നത്. സ്കീമ ആയിട്ട് ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസർ സ്കീമേനെ പാസ് ചെയ്യുന്നു. ഫൈനലി ഇതിനെ എക്സ്പോർട്ട് ചെയ്യുന്നു. എക്സ്പോർട്ട് ഡിഫാൾട്ട് സ്പേസ് യൂസർ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തു, അതിനെ എക്സ്പോർട്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് നമുക്ക് റൗട്ട്സ് ആണ് നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ ഇന്റർഫേസ് വെച്ച് ആലോചിക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് ഇന്റർഫേസ് ആണല്ലോ വരിക. അതായത് ഒന്ന് പുതിയൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡാറ്റാബേസിൽ വന്ന് ഡാറ്റ സേവ് ചെയ്യണം. അപ്പൊ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റൗട്ട് ക്രിയേറ്റ് ചെയ്യണം. രണ്ടാമത് OTP, അതായത് നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് OTP സേവ് ചെയ്യാനും OTP വെരിഫൈ ചെയ്യാനും വേണ്ടിയിട്ടുള്ള OTP ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർഫേസും വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർഫേസും. അപ്പൊ മെയിൻ ആയിട്ട് 3 റൗട്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ അഗൈൻ എന്റെ പ്രൊജക്റ്റിൽ വന്നിട്ട് ഒരു ഈ ബാക്ക് എൻഡ് എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ അണ്ടറിൽ റൗട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനി ഇതിന്റെ അകത്ത് ഒതന്റിക്കേഷൻ ആയതുകൊണ്ട് o.js എന്ന് പറഞ്ഞൊരു ഫയല് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഇതിന്റെ അകത്ത് express.jsനെ ഇമ്പോർട്ട് ചെയ്യുവാണ് ഫ്രം എക്സ്പ്രസ്. ഇനി അടുത്തത് നമ്മൾ എക്സ്പ്രസിന് റൗട്ടർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് റൗട്ടർ ഓരോ റൗട്ട്സ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ റൗട്ടർ ഒബ്ജക്റ്റ് നെയിം റൗട്ടർ എന്നാണ് കൊടുക്കുന്നത്. എക്സ്പ്രസിന്റെ ബിൽറ്റ് ഇൻ കൺസ്ട്രക്ടർ മെത്തേഡ് റൗട്ടർ മെത്തേഡിനെ കോൾ ചെയ്യുന്നു. ഇനി ഓരോ റൗട്ടായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്
രജിസ്റ്ററിന്റെ ഒരു റൗട്ടാണ്. അപ്പൊ നമുക്കറിയാലോ ഈ രജിസ്റ്റർ ചെയ്യാനാണെങ്കിലും OTP ജനറേറ്റ് ചെയ്യാനാണെങ്കിലും അതുപോലെ മൂന്നാമത്തെ വെരിഫൈ OTP ആണെങ്കിലും ഒരു ഡാറ്റ പോസ്റ്റിംഗ് ആണ് നടക്കുന്നത്, ഡാറ്റാബേസിലേക്കുള്ള ഡാറ്റ സേവിംഗ് ആണ് നടക്കുന്നത്. സോ മൂന്നും പോസ്റ്റ് മെത്തേഡ് ആയിരിക്കും. സോ റൗട്ടർ ഡോട്ട് പോസ്റ്റ് ഓഫ് ഫസ്റ്റ് മെത്തേഡ് ഞാൻ രജിസ്റ്റർ എന്നാണ് ഫസ്റ്റ് റൗട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫംഗ്ഷനാലിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ അകത്തായിരിക്കും ആ ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ തൽക്കാലം ആ കൺട്രോളറിന്റെ ഫംഗ്ഷൻ രജിസ്റ്റർ എന്ന് കൊടുക്കുവാണ്. ഇപ്പൊ ഞാൻ കൺട്രോളർ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടോ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഈ സിസ്റ്റത്തിൽ എക്സിസ്റ്റിംഗ് അല്ല, നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുള്ളൂ. രണ്ടാമത്തത് OTP ജനറേറ്റ് ചെയ്യണം. ജനറേറ്റ് OTPന്റെ റൗട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. റൗട്ടർ ഡോട്ട് പോസ്റ്റ് ഓഫ് റൗട്ട് നെയിം ജനറേറ്റ് OTP എന്നാണ് കൊടുക്കുന്നത്, കോമ എഗെയിൻ അതിന്റെ കൺട്രോളർ ഫംഗ്ഷനും ജനറേറ്റ് OTP എന്നാണ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. ഫൈനലി വെരിഫൈ OTPന്റെ ഫംഗ്ഷനാലിറ്റിയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. റൗട്ടർ ഡോട്ട് പോസ്റ്റ് മെത്തേഡിനെ കോൾ ചെയ്യുക, റൗട്ട് നെയിം ആയിട്ട് വെരിഫൈ OTP എന്നാണ് കൊടുക്കുന്നത്, ഫംഗ്ഷൻ നെയിം വെരിഫൈ OTP എന്ന് കൊടുക്കുന്നു. ഇതും നമുക്ക് കൺട്രോളറിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ട്. ഇനി ഫൈനലി നമ്മൾ ഈ റൗട്ടിനെ എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ഡീഫാൾട്ട് റൗട്ടർ എക്സ്പോർട്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്ത് കൺട്രോളറിൽ ഈ മൂന്ന് ഫംഗ്ഷനാലിറ്റിയും അതിന്റെ ലോജിക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. എഗെയിൻ ഞാൻ ബാക്ക് എൻഡ് ഫോൾഡറിൽ വന്നിട്ട് കൺട്രോളർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് അഗെയിൻ ഓതന്റിക്കേഷൻ o.js എന്ന് പറഞ്ഞിട്ട് സെയിം ഫയൽ നെയിം തന്നെയാട്ടോ കൊടുക്കുന്നത്. ഇനി ഇതിന്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ മോഡലിനെ ഇമ്പോർട്ട് ചെയ്യണം, കാരണം നമുക്ക് ഡാറ്റാബേസിലേക്ക് ഡാറ്റ സേവ് ചെയ്യാനുള്ളല്ലോ. അപ്പൊ നമ്മൾ എവിടെയാണ് മോഡലിനെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്? നമ്മൾ എവിടെയാണ് മോഡലിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? മോഡൽ ഫോൾഡറിന്റെ അണ്ടറിൽ user.js എന്ന് പറഞ്ഞിട്ട് ഉള്ള ഫയൽ നെയിമിൽ അല്ലേ. അപ്പൊ മോഡലിനെ ഇമ്പോർട്ട് ചെയ്തു. ഇനി അതുപോലെ തന്നെ Node.jsന്റെ ഒരു ബിൽറ്റ് ഇൻ മോഡ്യൂൾ ഉണ്ട്, ക്രിപ്റ്റോ എന്ന് പറഞ്ഞ്. നമ്മൾ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതംസിന് വേണ്ടിയിട്ട്, അതായത് ഹാഷ് വാല്യൂ ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ OTP ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെയിം മോഡ്യൂളാണ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ അതിനെയും കൂടെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ എക്സ്ട്രാ ഒന്നും ഇതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രം മതി. ഇത് ബിൽറ്റ് ഇൻ ആയിട്ട് Node.js തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മോഡ്യൂളാണ്. ക്രിപ്റ്റോ ഫംഗ്ഷനെയും ആക്സസ് ചെയ്തു. ഇനി നമ്മൾ ഓരോ ഫംഗ്ഷനാലിറ്റി ആയിട്ട്, അതായത് ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ മെത്തേഡിനെ ഇംപ്ലിമെന്റ് ചെയ്യണം. രജിസ്റ്റർ മെത്തേഡിനെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക്, അതായത് ഡാറ്റ യൂസർ അവിടുന്ന് പോസ്റ്റ് ചെയ്യുവാണ്, അതായത് ഒരു ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്തിട്ട് രജിസ്റ്റർ ബട്ടനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഡാറ്റ ഇവിടെ വരുന്നു. എന്തൊക്കെ ലോജിക്ക് അവിടെ വരിക? ആദ്യം നമ്മൾ ഈ ഒരു ഇമെയിൽ ഐ ഡി നമ്മുടെ യൂസർ മോഡലിൽ എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണീക്ക് ആയിട്ടാണ് നമ്മളിവിടെ മോഡൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഇമെയിൽ ഐ ഡി, ഒരു യൂസറിന് ഒരു ഇമെയിൽ ഐ ഡി ഒരു ഈ ഒരു മോഡലിൽ സേവ് ചെയ്യാവുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 404 മീൻസ് ബാഡ് റിക്വസ്റ്റ് ഒരു എറർ സെൻഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ മോഡലിന് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് ഡാറ്റയൊക്കെ സെറ്റ് ചെയ്ത് മോഡലിലേക്ക് ഈ ഒരു ഡാറ്റ സേവ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഞാനൊരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. അസിൻക്രണസ് ഫംഗ്ഷൻ ആയിരിക്കും, കാരണം നമുക്ക് ഡാറ്റാബേസിലേക്ക് ഡാറ്റ സേവ് ചെയ്യാനുണ്ടല്ലോ. ഇനി ഇതിന്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ Express.jsന്റെ ഈ ഒരു കൺട്രോളർ ഫംഗ്ഷനിൽ റിക്വസ്റ്റും റെസ്പോൺസും ആണ് അതിന്റെ ഇൻപുട്ട് പാരാമീറ്റർ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ Express.jsന്റെ വീഡിയോയിൽ തന്നെ. അപ്പൊ അതിന്റെ മെയിൻ 2 പാരാമീറ്റർ ആണ്. റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിന്റെ അകത്ത് ഇൻകമിംഗ് റിക്വസ്റ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. റെസ്പോൺസ് ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെസ്പോൺസിന്റെ ഇപ്പൊ മെസ്സേജ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഫസ്റ്റ് ഞാൻ എന്റെ ഒബ്ജക്ട് ബോഡിനെ ഒന്ന് ഡീസ്ട്രക്ചറിങ് ചെയ്യുവാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ 2 കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഒരു ഇമെയിൽ ഐ ഡിയും ഒരു പാസ്വേഡും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. എവിടെ നിന്നായിരിക്കും? റിക്വസ്റ്റിന്റെ ബോഡിക്കകത്തുനിന്ന്, ബോഡിന്ന് വരുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഡാറ്റാബേസിലേക്ക് ഇത് സേവ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. ഞാനിത് ട്രൈ ക്യാച്ച് ബ്ലോക്കിലാണ് എഴുതുന്നത്. ഇൻ കേസ് എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ്, അപ്പൊ സ്റ്റാറ്റസ് കോഡ് എന്തായിരിക്കും? നമ്മൾ HTTP കോഡ് 500 അല്ല യൂസ് ചെയ്യുന്നത്, ഇന്റേണൽ സെർവർ എററിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ JSON ആയിട്ട് നമ്മൾ മെസ്സേജ് പാസ് ചെയ്ത് കൊടുക്കണം. എന്ത് മെസ്സേജാ പാസ് ചെയ്ത് കൊടുക്കേണ്ടത്? സെർവർ എറർ, അതായത് നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു എറർ പാസ് ചെയ്ത് കൊടുക്കുക.
ഇനി നമ്മള് ട്രൈ ബ്ലോക്കിന്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു യൂസർ എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ എക്സിസ്റ്റ് യൂസർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിന്റെ അകത്ത് മോങ്കൂസിന്റെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ അല്ലേ, നമ്മൾ യൂസർ ഡോട്ട് ഫൈൻ വൺ, അതായത് നമ്മൾ ഫൈൻ ബൈ ഐ ഡി, ഫൈൻ ഡിലീറ്റ്, ഫൈൻ അപ്ഡേറ്റ് മെത്തേഡ് ഒക്കെ ഓൾറെഡി മോങ്കൂസിൽ പറഞ്ഞിട്ടല്ലേ. അപ്പൊ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഫൈൻ വൺ, സിംഗിൾ റെക്കോർഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈൻ വൺ മെത്തേഡിനാണ് യൂസ് ചെയ്യുന്നത്. ഇമെയിൽ പാസ് ചെയ്ത് കൊടുക്കുക. എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇൻ കേസ് എക്സിസ്റ്റിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എക്സിസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ആയിരിക്കണം അവർക്ക് റെസ്പോണ്ട് ചെയ്യേണ്ടത്. ഇപ്പൊ എഗെയിൻ റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് ബാഡ് റിക്വസ്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 400 ആണ് സ്റ്റാറ്റസ് കോഡ്. അത് കഴിഞ്ഞ് റെസ്പോൺസിന്റെ മെസ്സേജ് സെറ്റ് ചെയ്യുക JSON, എഗെയിൻ മെസ്സേജ് യൂസർ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞ് മെസ്സേജ് പാസ് ചെയ്ത് കൊടുക്കുക. ഇനി എക്സിസ്റ്റിംഗ് അല്ലെങ്കിലോ നമ്മൾ ഈ യൂസറിന് ഒരു മോഡൽ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. അതായത് പുതിയ ഡാറ്റ വെച്ചൊരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് അതിനെ സേവ് ചെയ്യണം. സോ ഞാൻ അഗൈൻ ന്യൂ യൂസർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് ഇൻസ്റ്റൻസ് ആണ്, നമ്മുടെ യൂസറിന്റെ ഇൻസ്റ്റൻസ് ആണ്. അതിലേക്ക് ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ വന്ന ഇമെയിലും അതുപോലെ തന്നെ പാസ്വേഡും. എന്നിട്ട് എന്ത് ചെയ്യാ, ഇതിനെ സേവ് ചെയ്യുക. അതായത് ന്യൂ യൂസർ ഒബ്ജക്ട് ഡോട്ട് സേവ് മെത്തേഡിനെ കോൾ ചെയ്തിട്ട് ഇതിനെ സേവ് ചെയ്യാം. സേവ് സക്സസ്ഫുൾ ആണെങ്കിൽ എഗെയിൻ അവർക്കൊരു സ്റ്റാറ്റസ്, അപ്പൊ ക്രിയേറ്ററിന്റെ സ്റ്റാറ്റസ് കോഡ് 201 ആണ്, അത് പാസ് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ മെസ്സേജ് നമ്മൾ ഒരു JSON ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. മെസ്സേജ് യൂസർ രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്യണം. ഓക്കെ, രജിസ്റ്റർ മെത്തേഡിലൊന്നുമില്ല, നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ വന്നു, എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്തു, ആണെങ്കിൽ ഒരു മെസ്സേജ് പാസ് ചെയ്തു, അല്ലെങ്കിൽ സേവ് ചെയ്തിട്ട് സക്സസ്ഫുള്ളി മെസ്സേജ് പാസ് ചെയ്തു. ഇൻ കേസ് എന്തെങ്കിലും സെർവർ എറർ ആണെങ്കിൽ ആ മെസ്സേജും സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ നമ്മുടെ മെയിൻ മെത്തേഡ് OTP ജനറേറ്റ് ചെയ്യുന്ന മെത്തേഡിനെ ഇംപ്ലിമെന്റ് ചെയ്യണം. എഗെയിൻ ഞാനൊരു ആരോ ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ജനറേറ്റ് OTP. ഇതും എന്തായിരിക്കും, ഒരു അസിൻക്രണസ് ഫംഗ്ഷൻ ആയിരിക്കും. കാരണം നമുക്ക് ഡാറ്റാബേസിലേക്ക് ഈ ഒരു OTP സേവ് ചെയ്യണം, ഈ കറസ്പോണ്ടിങ് ഇമെയിൽ ഐഡിന്റെ. ഇതിന്റെയും ഇൻപുട്ട് എന്തായിരിക്കും, റിക്വസ്റ്റ് ബോഡിയും അതുപോലെ തന്നെ റെസ്പോൺസും ആയിരിക്കും. റിക്വസ്റ്റിൽ ചെയ്ത പോലെ തന്നെ ഈ ഡാറ്റ ഡീസ്ട്രക്ചറിങ് ചെയ്തെടുക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഇമെയിൽ മാത്രമല്ലേ വരുള്ളൂ, അതായത് OTP ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമെയിൽ ID ആയിരിക്കും. ഞാൻ ഇന്റർഫേസ് ഡിസൈൻ ചെയ്യാത്തതുകൊണ്ട് എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ OTP ജനറേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഒരു ആമസോണിന്റെ സൈറ്റ് ഓർത്താൽ മതി. അപ്പൊ നമ്മളിവിടെ OTP ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇമെയിൽ ID ചോദിക്കാറില്ലേ, ആ ഇമെയിൽ ID ആയിരിക്കും വരിക. റിക്വസ്റ്റ് ഡോട്ട് ബോഡിക്കകത്ത് നമ്മൾ ആ ഇമെയിൽ IDനെ ആക്സസ് ചെയ്യുന്നു. എഗെയിൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഈ ഒരു യൂസർ ഈസ് ഈക്വൽ ടു യൂസർ ഡോട്ട് ഫൈൻ വൺ ഇമെയിൽ ID എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്തു. കാരണം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യൂസറിന് മാത്രമല്ലേ നമുക്ക് OTP ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇൻ കേസ് നോട്ട് ഈക്വൽ ടു യൂസർ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ നേരത്തെ ചെയ്ത പോലെ അവർക്കൊരു മെസ്സേജ് പാസ് ചെയ്ത് കൊടുത്താൽ മതി. എഗെയിൻ ബാഡ് റിക്വസ്റ്റ് 400 ഡോട്ട് JSON മെസ്സേജ് സെറ്റ് ചെയ്യാം, യൂസർ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ഞാൻ ഇതില് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മോഡ്യൂൾ യൂസ് ചെയ്തിട്ടാണ്, ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് ഈ ഒരു OTP ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ റാൻഡം നമ്പേഴ്സിനെ ജനറേറ്റ് ചെയ്യുവാണ്. അപ്പൊ അതിനെ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് OTP ഈക്വൽ ടു ക്രിപ്റ്റോ ഡോട്ട് റാൻഡം ഇന്റ്. നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു 6 ഡിജിറ്റ് OTP ആണ് സാധാരണയുള്ള പോലെ. എന്നിട്ട് അതിന്റെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമുക്ക് റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ ഓൾറെഡി യൂസർ ഒബ്ജക്റ്റിനെ എടുത്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് ഈ ഒരു
OTP ഓൾറെഡി OTP ഫീൽഡ് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് സ്കീമയിൽ. അതിലേക്ക് ഈ OTP സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ OTP കൂടാതെ അതിന്റെ എക്സ്പയറി ഡേറ്റും കൂടി സ്കീമയിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ. അപ്പൊ നമ്മളൊരു എക്സ്പയറി ഡേറ്റ് അതായത് എക്സ്പയറി ആയിട്ട് നമ്മളൊരു 10 മിനിറ്റ് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതും ജനറേറ്റ് ചെയ്യാം. അപ്പൊ യൂസർ ഡോട്ട് എക്സ്പയർസ് ഈക്വൽ ടു ഡേറ്റ് ഒബ്ജക്റ്റ് എന്നാണ് ഡേറ്റ് ഡോട്ട് ഇന്നത്തെ ഡേറ്റ് ആക്സസ് ചെയ്തിട്ട് അതിന്റെ കൂടെ 10 മിനിറ്റ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ OTP എക്സ്പയർ ടൈമും സെറ്റ് ചെയ്തു. ഫൈനലി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിനെ അപ്ഡേറ്റ് ചെയ്യണം. അതായത് സേവ് ചെയ്താൽ മതി. യൂസർ ഡോട്ട് സേവ് മെത്തേഡിനെ കോൾ ചെയ്യാം. ഞാനിവിടെ OTPന്റെ സ്പെല്ലിങ് കൊടുത്തത് തെറ്റിപ്പോയില്ലേ. അപ്പൊ നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പ് OTP ജനറേറ്റ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. അതായത് ഡാറ്റാബേസിലേക്ക് നമ്മൾ സേവ് ചെയ്തു. ഇനിയല്ല നമ്മുടെ മെയിൻ സ്റ്റെപ്പ്. അതായത് ഈ ഒരു OTP നമ്മുടെ യൂസറിന്റെ മെയിൽ ID സെൻഡ് ചെയ്യണം, അതിനെ വെരിഫൈ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാലിറ്റിയാണ് നെക്സ്റ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫംഗ്ഷൻ ഇനി എഴുതും. തൽക്കാലം ആ ഫംഗ്ഷനെ കോൾ ചെയ്യുവാണ്, സെൻഡ് OTP എന്ന് പറഞ്ഞിട്ട്. ആ ഫംഗ്ഷനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യൂ കേട്ടോ. എന്നിട്ട് ഈ ഇമെയിൽ IDയും OTPയും കൂടെ പാസ് ചെയ്ത് കൊടുക്കുക. ഫൈനലി റെസ്പോണ്ട് ചെയ്യുക. ഈ ഫംഗ്ഷനെ നമ്മൾ എഴുതും. സ്റ്റാറ്റസ് കോഡ് സക്സസ് ആയതുകൊണ്ട് 200. അത് കഴിഞ്ഞ് മെസ്സേജ് സെറ്റ് ചെയ്യാം. OTP സെൻഡ് ടു ഇമെയിൽ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ആണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയാണ് OTP ജനറേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഇമെയിൽ ID ആക്സസ് ചെയ്തു. അതിലേക്ക് റാൻഡം ക്രിപ്റ്റോ മോഡ്യൂൾ യൂസ് ചെയ്തിട്ട് ഒരു OTP ജനറേറ്റ് ചെയ്ത് അതിന്റെ എക്സ്പയറേഷൻ ടൈം അതായത് ഒരു 10 മിനിറ്റും കൂടെ എക്സ്പയറി ടൈം ആയിട്ട് സെറ്റ് ചെയ്ത് സേവ് ചെയ്തു. സെൻഡ് OTP അതായത് മെയിലിലേക്ക് OTP സെൻഡ് ചെയ്യാനുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തു. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുള്ളൂ. ഫൈനലി റെസ്പോണ്ട് ചെയ്തു. നമ്മളിവിടെ ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഇൻ കേസ് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാച്ച് എറർ ഈ സെയിം റെസ്പോണ്ട് തന്നെ കേട്ടോ 500 എറർ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഫൈനൽ റൗട്ട് രജിസ്റ്റർ വെരിഫൈ OTP ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഇതും എന്തായിരിക്കും, ഒരു അസിൻക്രണസ് ഫംഗ്ഷൻ ആയിരിക്കും. ഈക്വൽ ടു അസിൻ റിക്വസ്റ്റ് റെസ്പോൺസ് ആണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇൻപുട്ട് വരുന്നത്. ഇതിനകത്തുനിന്ന് OTP വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ട് നമുക്ക് ഇമെയിൽ IDയും അതുപോലെ തന്നെ OTP ആയിരിക്കും ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ബോഡിയിൽ വരുന്ന ഡാറ്റ. അപ്പൊ ബോഡിക്കകത്തുനിന്ന് ഈ 2 ഡാറ്റനെ ഡിസ്ട്രക്ചറിങ് ചെയ്തെടുത്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു യൂസർ എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ അതിന് മുന്നേ ഞാൻ എററിനെ ഒന്ന് സെറ്റ് ചെയ്യാണ്. ട്രൈ ക്യാച്ച് ബ്ലോക്കിൽ സെയിം 500 എറർ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഞാൻ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ഈ ഇമെയിൽ ID എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യൂസറിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഈ ഒരു OTP വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ കോൺസ്റ്റ് യൂസർ ഈസ് ഈക്വൽ ടു await user dot find one ഇമെയിൽ ID പാസ് ചെയ്ത് കൊടുക്കുക. ഇഫ് ഓഫ് നോട്ട് ഈക്വൽ ടു യൂസർ ആണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ യൂസർ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു 400 എറർ ഇല്ലേ, പാർട്ട് റിക്വസ്റ്റ് റെസ്പോൺസ് സെൻഡ് ചെയ്താൽ മതി. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല കേട്ടോ. ഒരു റെസ്പോൺസിന്റെയും കൂടെ നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് സെറ്റ് ചെയ്തിട്ടില്ല.
ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ OTP വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. വാലിഡ് അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു റെസ്പോൺസ് ആയിരിക്കും സെൻഡ് ചെയ്യേണ്ടത്. അതായത് ഈ യൂസറിൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന OTPയും അവർ സെൻഡ് ചെയ്ത് വരുന്ന OTPയും ഈക്വൽ ആണോ നോട്ട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. മീൻസ് എന്താ വാലിഡ് അല്ലാത്ത ഒരു OTP ആണ് വന്നത്. അതർവൈസ് ഇപ്പം OTP കറക്റ്റ് ആയിരിക്കും, പക്ഷെ യൂസർ നമ്മൾ ഒരു OTP എക്സ്പയറേഷൻ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള ടൈമാണ് മീൻസ് വെരിഫിക്കേഷന് വരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഈ മോഡലിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ടൈം ഡോട്ട് എക്സ്പയറേഷൻ ടൈമിനേക്കാളും ലെസ്സർ ആയിട്ടുള്ള ടൈമാണ് വരുന്നതെന്നുണ്ടെങ്കിലും ഇൻവാലിഡ് OTP ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് ഓഫ് 400 ഡോട്ട് JSON റെസ്പോണ്ട് ചെയ്യുക. മെസ്സേജ് ആയിട്ട് ഇൻവാലിഡ് ഓർ എക്സ്പയർഡ് OTP എന്ന് റെസ്പോണ്ട് ചെയ്യാം. ഒന്നുകിൽ OTP എക്സ്പയർ ആയി അല്ലെങ്കിൽ ഇൻവാലിഡ് OTP ആണ്. ഇനി സക്സസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് നമ്മൾ ഈ OTPനെ ഈ ഒരു മോഡലിൽ നിന്ന് ക്ലിയർ ചെയ്യണം. OTP ഈക്വൽ ടു നള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എക്സ്പയറേഷൻ ഇനിയും നള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെരിഫൈ ചെയ്തല്ലോ. എന്നിട്ട് ഇതിന് സേവ് ചെയ്യാം. യൂസർ ഡോട്ട് സേവ് ചെയ്യാം. റെസ്പോൺസ് ഡോട്ട് സക്സസ്ഫുൾ ആണെങ്കിൽ സക്സസ് റെസ്പോണ്ട് ചെയ്യുക. JSON OTP വെരിഫൈഡ് ലോഗ്ഡ് ഇൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ OTP എടുക്കുന്നു. ഇൻവാലിഡ് ആണെങ്കിൽ അത് റെസ്പോണ്ട് ചെയ്യുന്നു. വാലിഡ് ആണെങ്കിൽ ഈ DBന്ന് ഇത് ക്ലിയർ ചെയ്ത് അതിന് സക്സസ്ഫുള്ളി സേവ് ചെയ്യുന്നു. ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനിൽ OTP വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയി. OTP ജനറേറ്റ് ചെയ്ത് വെരിഫൈ ചെയ്തു. ഇനി നമ്മൾ ഫൈനലി റൗട്ട്സിലേക്ക് തിരിച്ചു വരിക. ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൺട്രോളർ ഫംഗ്ഷൻസിനെല്ലാം ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് ഈ ഫംഗ്ഷനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് രജിസ്റ്റർ, നെക്സ്റ്റ് ജനറേറ്റ് OTP, ഫൈനലി വെരിഫൈ OTP. ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളോട് ഞാനിത് ജനറേറ്റ് ചെയ്യുന്നത് ഫ്രം കൺട്രോളേഴ്സ് .js ഫയൽ. ഇനി നമുക്ക് ഫൈനൽ സ്റ്റെപ്പ് ഇംപ്ലിമെന്റ് ചെയ്യണം. അതായത് നമ്മൾ യൂസറിന്റെ ഇമെയിലിലേക്ക് ഈ OTPനെ സെൻഡ് ചെയ്യണം. നമ്മളിപ്പോ കൺട്രോളറിന്റെ ഇതിന്റെ അകത്ത്, അതായത് ജനറേറ്റ് OTPയിൽ സെൻഡ് OTP എന്ന് പറഞ്ഞൊരു ജസ്റ്റ് ഒരു ഫംഗ്ഷൻ കോളേ ചെയ്തിട്ടുള്ളൂ. ഈ ഫംഗ്ഷനെ ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ട് അല്ലെ. എഗെയിൻ നമ്മൾ ബാക്ക് എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോൾഡറിലേക്ക് വരിക. ഇവിടെ നമുക്ക് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം, യൂട്ടിൽസ് എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ അകത്താണ് നമ്മൾ സെൻഡ് മെയിൽ എന്ന് പറഞ്ഞിട്ട് sendmail.js എന്ന് പറഞ്ഞൊരു JS ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനകത്താണ് നമ്മൾ മെയിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷനാലിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു നോട്ട് മെയിലർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് Node.jsന്റെ തന്നെ ബിൽറ്റ്-ഇൻ ലൈബ്രറി. അപ്പൊ അതിനെ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് നോട്ട് മെയിലർ ഫ്രം നോട്ട് മെയിലർ. അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റ് വേരിയബിളിന്റെ ആവശ്യം ഇവിടെ ഉണ്ട്. സോ ഞാൻ .env കൂടെ ഇമ്പോർട്ട് ചെയ്യുകയാണ് ഫ്രം .env. എന്നിട്ട് കോൺഫിഗറേഷനെ റീഡ് ചെയ്യുന്നു. അതായത് process.env ഫയലിലേക്ക് റീഡ് ചെയ്ത് വെക്കുന്നു. .env കോൺഫിഗിനെ റീഡ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ട്രാൻസ്പോർട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ഇമെയിൽ സർവീസ് പ്രൊവൈഡർ ഏതാണ്, ഇപ്പൊ നമ്മൾ Gmail ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒതന്റിക്കേഷൻ ഡീറ്റെയിൽസും, അതായത് നമ്മളിപ്പം ENV ഫയലിൽ ഇമെയിൽ ഐഡിയും പാസ്വേഡും സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഒതന്റിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഒരു ട്രാൻസ്പോർട്ട് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. ഈ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോട്ട് മെയിലറിന്റെ ക്രിയേറ്റ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ മെയിൽ സെൻഡ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ടർ ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നോട്ട് മെയിലർ ഡോട്ട് ക്രിയേറ്റ് ട്രാൻസ്പോർട്ട് ഫംഗ്ഷൻ ആണ് കോൾ ചെയ്യുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ മെയിൻ ആയിട്ട് 2 പാരാമീറ്റേഴ്സ് ആണ് ഒബ്ജക്റ്റ് ആയിട്ടാണ് പാസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് ആണ് പാസ് ചെയ്യുന്നത്,
നമുക്ക് ജിമെയിൽ ആയതുകൊണ്ട് നിങ്ങളുടെ പ്രൊവൈഡർ ഏതാണോ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തത് ഓതന്റിക്കേഷൻ ഡീറ്റെയിൽസ്. അപ്പൊ ഓതന്റിക്കേഷൻ ഡീറ്റെയിൽസ് എഗെയിൻ ഒബ്ജക്റ്റ് ആയിട്ട് പാസ് ചെയ്യണം. ഇപ്പൊ യൂസറും അതുപോലെ തന്നെ പാസ്വേഡും. യൂസർ ആയിട്ട് നമ്മൾ പ്രോസസ് ഡോട്ട് env ഡോട്ട് അതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ env ഫയലിൽ കൊടുത്തിരിക്കുന്ന ഈ ഇമെയിൽ യൂസറും ഇമെയിൽ പാസ്വേഡും ഇല്ലേ, ഇത് രണ്ടെണ്ണമാണ് കൊടുക്കേണ്ടത്. അതേപോലെ പാസ്വേഡ് സെറ്റ് ചെയ്യണം. എഗെയിൻ പ്രോസസ് ഡോട്ട് env ഡോട്ട് ഇമെയിൽ പാസ്വേഡിനെ സെറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ട്രാൻസ്പോർട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സെൻഡ് OTP എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ അത് ആദ്യം നമ്മൾ മെയിലിന്റെ ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ, അതായത് ഇമെയിൽ ID ഫ്രമും ടൂവും സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്ട് സെറ്റ് ചെയ്യണം, ടെക്സ്റ്റ് സെറ്റ് ചെയ്യണം, ഇമെയിലിന്റെ കണ്ടന്റ് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ട്രാൻസ്പോർട്ട് ഒബ്ജക്റ്റിന്റെ തന്നെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ സെഗ്മെയിൽ ഫംഗ്ഷനെ യൂസ് ചെയ്തിട്ട് ഈ മെയിൽ ഓപ്ഷൻസ് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് മെയിൽ സെൻഡ് ചെയ്യാം. കൺട്രോളറിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൾ ചെയ്യുന്ന സെൻഡ് OTP ഫംഗ്ഷനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എഗെയിൻ ഇതൊരു അസിൻക്രണസ് ഫംഗ്ഷൻ ആയിരിക്കും, ആരോ ഫംഗ്ഷൻ ആട്ടോ, നോർമൽ ആരോ ഫംഗ്ഷൻ തന്നെ. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, മെയിൽ ഓപ്ഷൻസ് സെറ്റ് ചെയ്യണം, അതായത് മെയിൽ കണ്ടന്റ്. അടുത്ത നമ്മൾ ഫ്രം അഡ്രസ് ആണ് ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി പ്രോസസ് ഡോട്ട് നമ്മുടെ എൻവയോൺമെന്റൽ വേരിയബിൾസിൽ ഇമെയിൽ യൂസർ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് തന്നെയാണ് യൂസർ. ടു അഡ്രസ് എന്തായിരിക്കും, നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യുന്നുണ്ട് ടു അഡ്രസ്സിനെ, അതായത് യൂസർ സെറ്റ് ചെയ്യുന്ന ഇമെയിലിനെയും OTP-നെയും പാസ് ചെയ്യുന്നുണ്ട്. ഈ ഫംഗ്ഷന് രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്, ഇമെയിലും OTP. അപ്പൊ ആ ഒരു OTP ആയിരിക്കും, ഇമെയിൽ ആയിരിക്കും ഇതിന്റെ ടു അഡ്രസ്. പിന്നെന്താ, ഇമെയിലിൽ സബ്ജക്റ്റ് സെറ്റ് ചെയ്യണം. സബ്ജക്റ്റ് ആയിട്ട് ഞാൻ യുവർ OTP കോഡ് എന്നാണ് കൊടുക്കുന്നത്. പിന്നെ ഇമെയിലിന്റെ കണ്ടന്റ്, അതായത് ടെക്സ്റ്റ് സെറ്റ് ചെയ്യണം. അത് നമുക്ക് ഈ OTP തന്നെ, യുവർ OTP കോഡീസ് എന്ന് പറഞ്ഞിട്ട് ടെംപ്ലേറ്റ് ലിറ്റർ യൂസ് ചെയ്തിട്ട് ഇപ്പൊ എന്താണോ OTP വന്നിരിക്കുന്നത് ആ OTP-നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. മെയിൽ ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മെയിലിനെ സെൻഡ് ചെയ്യണം. അത് ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. ഇൻ കേസ് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൺസോളിൽ ഫസ്റ്റ് റൈറ്റ് ചെയ്യുകയാണ്, എറർ സെൻഡിങ് OTP ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു എറർ ഉണ്ടായിരുന്നു, ആ എററിനെ പാസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ എററിനെ ഒന്ന് ത്രോ ചെയ്യുകയും ചെയ്യുന്നു. ഫെയിൽഡ് ടു സെൻഡ് OTP ഇമെയിൽ എന്ന് പറഞ്ഞ് മെസ്സേജ് പാസ് ചെയ്യുന്നു. ഇനി നമുക്ക് മെയിൽ സെൻഡ് ചെയ്യാം. അവൈ ഞാൻ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ട് ഒബ്ജക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സെൻഡ് മെയിൽ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ഈ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മെയിൽ ഓപ്ഷൻസ് പാസ് ചെയ്താൽ മതി. അഗെയിൻ കൺസോൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. പിന്നെ അത് OTP ഇമെയിൽ സെൻഡ് സക്സസ്ഫുള്ളി. ഫൈനലി എന്ത് ചെയ്യുക, നമ്മുടെ ഈ സെൻഡ് OTP എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫംഗ്ഷനെ ഇമ്പോർട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കൺട്രോളറിൽ തിരിച്ചു വന്നിട്ട് ഇമ്പോർട്ട് സെൻഡ് OTP ഫ്രം utils/sendmail.js. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പും കൂടിയേ ബാക്കിയുള്ളൂ. server.jsൽ വന്നിട്ട് നമ്മുടെ റൗട്ടിനെ ഇമ്പോർട്ട് ചെയ്ത് ആപ്ലിക്കേഷന്റെ റൗട്ട് സെറ്റ് ചെയ്യണം. നമ്മുടെ ഇപ്പൊ ഇൻഡിവിജ്വൽ റൗട്ട്സ് അല്ലേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. സോ ആപ്പ് റൗട്ട് എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ്, ഫ്രം ./routes/o.js. ഇത് മിഡിൽ വെയർ കഴിഞ്ഞിട്ട് ഞാൻ
ആപ്പ് ഡോട്ട് യൂസ് ഓഫ്, അപ്പം ഇതിന്റെ ഇനീഷ്യൽ എപ്പോഴും O എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ ആപ്പ് റൗട്ടും സെറ്റ് ചെയ്തു കൊടുക്കും. അപ്പൊ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ബാക്ക് എൻഡ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഒന്നുകൂടി ഈ സ്റ്റെപ്സ് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഡിപെൻഡൻസീസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തു. ബാക്ക് എൻഡിന് ആവശ്യമുള്ള നോട്ട് ജെയ്സ്, എക്സ്പ്രസ് ജെയ്സ്, മോംഗൂസ്, നോട്ട് ജെയ്സ്, എക്സ്പ്രസ് ജെയ്സ്, മോംഗൂസ്, അതുപോലെ തന്നെ .env കോഴ്സ് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ഫ്രണ്ട് എൻഡും കൂടി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴേ അതിന്റെ ആക്ച്വൽ യൂസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മൾ ആപ്ലിക്കേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഡാറ്റാബേസ് സെറ്റപ്പ് ചെയ്തു. നമ്മളൊരു യൂസർ സ്കീമ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ റൗട്ട്സ് ക്രിയേറ്റ് ചെയ്തു. റൗട്ട്സിന്റെ ഓരോ ഫംഗ്ഷനാലിറ്റി, മെയിൻ ആയിട്ട് നമുക്ക് 3 റൗട്ട്സ് ആണുള്ളത്. രജിസ്റ്റർ ചെയ്യാനും, OTP ജനറേറ്റ് ചെയ്യാനും, വെരിഫൈ ചെയ്യാനും. ഓരോന്നിന്റെയും ഫംഗ്ഷനാലിറ്റി കൺട്രോളറിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ OTP സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഇമെയിലിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു യൂട്ടിലിറ്റി ഫംഗ്ഷൻ നമ്മൾ സെൻഡ് ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അഗൈൻ ഞാൻ ടെർമിനലിൽ പോവാണ്. ക്ലിയർ ചെയ്യുന്നു. നോട്ട് സ്പേസ്. ഓക്കെ, സ്റ്റാർട്ട് സെർവർ സക്സസ്ഫുള്ളി എന്ന് തോന്നുന്നു. ഇനി നമുക്ക് പോസ്റ്റ്മാൻ ത്രൂ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് രജിസ്റ്റർ ചെയ്യണം. സോ ഞാൻ പോസ്റ്റ്മാനിൽ വന്നിട്ട് ബേസ് പോസ്റ്റ് മെത്തേഡ് സെലക്ട് ചെയ്യുന്നു. പിന്നെ ഇതാണല്ലോ ലോക്കൽ ഹോസ്റ്റ് 5000 ആണല്ലോ നമ്മൾ പോർട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. /authentication ആണ് നമ്മുടെ ബേസ് റൂട്ട്. അത് കഴിഞ്ഞിട്ട് ഓരോ മെത്തേഡ് ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ മെത്തേഡിനെ അല്ലേ കോൾ, മീൻസ് ഓരോ റൗട്ട് രജിസ്റ്റർ റൗട്ടിനെ അല്ലേ കോൾ ചെയ്യുക. രജിസ്റ്റർ സെറ്റ് ചെയ്യുന്നു. ബോഡി ആയിട്ട് റോയ് ആണ് കേട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ JSON ആണ് പാസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഇമെയിൽ ആണല്ലോ സേവ് ചെയ്യേണ്ടത്. ഞാൻ ഇമെയിൽ ആയിട്ട് demo@gmail.com സെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പാസ്വേഡും ഞാനൊരു 1234 എന്ന് കൊടുക്കുന്നു. ഇത് സെൻഡ് ചെയ്യുക. അപ്പൊ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഡാറ്റ സേവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് OTP ജനറേറ്റ് ചെയ്യുന്ന URL കൊടുക്കാം. അതായത് ഇവിടെ പോസ്റ്റ് മെത്തേഡിനെ സെലക്ട് ചെയ്യുക. OTP ജനറേറ്റ് OTP എന്നല്ലേ നമ്മൾ ആ മെത്തേഡ് നെയിം കൊടുത്തിരിക്കുന്നത്. ക്ലോസ് ചെയ്യാണ്. കൺട്രോളറിൽ രണ്ടാമത്തത് രജിസ്റ്റർ കഴിഞ്ഞാൽ ജനറേറ്റ് OTP. എന്നിട്ട് ബോഡി സെറ്റ് ചെയ്ത് കൊടുക്കുക. അഗെയിൻ JSON ഡാറ്റയാണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇതൊന്ന് ഹൈഡ് ചെയ്യുവാണ് കേട്ടോ. എൻ്റെ ഇമെയിൽ ID സെൻഡ് ചെയ്യുക. OTP സെൻഡ് ടു ഇമെയിൽ എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടെർമിനലിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കൺസോൾ മെസ്സേജ് വന്നിട്ടുണ്ട്, ഇമെയിൽ സെൻഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഇതിന്റെ ഡിസൈൻ പോർഷൻ, അതായത് ഫ്രണ്ട് എൻഡ് പോർഷൻ നാളെ അപ്ലോഡ് ചെയ്യാം. അതിന്റെ കൂടെ ഇതിന്റെ ഗിറ്റ് റിപ്പോസിറ്ററിയും ഷെയർ ചെയ്യാം കേട്ടോ.